ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരണിയാണേ. ഇന്ന് കുറച്ച് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി കുറച്ച് മുരിങ്ങയില പറിക്കാം കേട്ടോ. നാളെ രാവിലെ മുരിങ്ങയില തോരനാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. മുരിങ്ങയിലേക്ക് ഊരിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ, കുറേ ടൈമും എടുക്കും. അതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് എല്ലാം റെഡിയാവും കേട്ടോ. പക്ഷെ എനിക്ക് മുരിങ്ങയില തോരൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞിനാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഈ മുരിങ്ങയിലെന്നല്ല, ഇലത്തോരനൊന്നും അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ആകെപ്പാടെ കഴിക്കുന്ന ചുമന്ന ചീരയുടെ മാത്രമാട്ടോ. അത് നമ്മൾ അവിയലിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. അല്ലെങ്കിൽ അതും അലർജിയൊക്കെ ആട്ടോ. ഈ മുരിങ്ങയില തോരൻ വെക്കുമ്പോഴേ നമ്മൾ ചക്കക്കുരിയും കൂടി ഇട്ടിട്ടൊന്ന് തോരൻ വെക്കണം. അടിപൊളി ടേസ്റ്റ് അല്ലേ. എനിക്കാണെങ്കിൽ ഞാൻ കൊതിയാവും കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കാം. പക്ഷെ ചക്ക ഇല്ലല്ലോ, ചക്കക്കുരി കിട്ടാനും ഇനി പാടാണ്. വീട്ടിലേക്കാണോ എന്തെങ്കിലും പോകുമ്പോൾ ഇനി ചക്കയുടെ സീസൺ ആകുമ്പോഴേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ചക്ക ഇങ്ങനെ 50 രൂപയ്ക്ക് ചെറിയ പീസ് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ മേടിക്കണമെന്ന് ഉള്ളിലുണ്ടായിരുന്നു. അതിന് കൈ ഒഴിയാത്തതുകൊണ്ട് പിന്നെ അത് മേടിച്ചതും ഇല്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ പോന്നു. പിന്നെ എനിക്ക് മത്തയിലയുടെ തോരനും ഈ പയറിൻ്റെയൊക്കെ ഇലയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലത്തോരനൊക്കെ. പക്ഷേ നമുക്ക് അധികം അങ്ങനെ കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ ചീരയൊക്കെ നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എവിടെ നട്ടുപിടിപ്പിക്കാനോ, എലി വന്നെല്ലാം തോണ്ടി മറിച്ച് അങ്ങ് അയ്യത്ത് കളയും. അങ്ങനെ പിന്നെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇന്ന് നൈറ്റ് ആകുമ്പോൾ കുറച്ച് സ്പെഷ്യലാക്കാൻ വേണ്ടി നോക്കുകയാണ്. അതിനുവേണ്ടി കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിർത്തുനിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് തണുപ്പൊക്കെ മാറട്ടെ. അപ്പം നമുക്കിത് ചില്ലി ചിക്കനും ചപ്പാത്തി ആക്കാമെന്ന് കഴിച്ച് കുഞ്ഞൻ വരുമ്പോൾ ഒന്ന് ഞെട്ടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുഞ്ഞിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് ഇതുകൊണ്ടുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ചിലവരുണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ അടിപൊളിയാക്കി കൊടുത്താലും തന്നെ ഒരു എക്സ്പ്രഷനും കാണത്തില്ല, ഒരു വാക്ക് ആ വായിന്ന് ഇങ്ങോട്ട് വീഴത്തില്ല. ആ ഒരു സമയത്ത് മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴേ അത് കൊള്ളാവോ അതോ കൊള്ളത്തില്ലയോ, ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് അത്ര പോരാന്നാണല്ലോ തോന്നുന്നത്. ഇനി വല്ലതും കൂടിപ്പോയോ അതോ കുറഞ്ഞു പോയോ, ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ നന്നായിട്ട് എത്ര നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്താലും തന്നെ വല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാനല്ലേ നോക്കുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതാ കുഞ്ഞൻ വന്നു. പൊടി ഞാൻ നനച്ചുകൊണ്ടിരുന്ന സമയം തന്നെ കുഞ്ഞൻ വന്നുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെയൊക്കെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന വെച്ചാൽ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വന്നിട്ടാണ് ബാക്കി ഞാൻ ചപ്പാത്തിക്ക് മാവ് നനച്ചെടുത്തത്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ചിരുന്ന ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല, കാരണം തൂക്കി നോക്കുന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ ഒരു കുറച്ച് മുളക് പൊടി ഒരു ഇതിന് വേണ്ടിയിട്ട് കിടക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് ഇങ്ങനെ സ്പൂണൊക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കഴിവിന് ഇതൊന്നും പറ്റത്തില്ല, നമുക്ക് കൈ തന്നെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കഴുകി വാരി വെച്ച് ചിക്കനകത്തോട്ടെ വെള്ളം അധികം ഇല്ലാതെ നോക്കിക്കണം കേട്ടോ. കഴിഞ്ഞതിന് ശേഷം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവൂ, വെള്ളം ഒന്ന് വാർന്ന് പോയതിന് ശേഷം. അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പുരട്ടിയൊക്കെ ഈ മസാല പുരട്ടി വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വീണ്ടും വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. അതുകൊണ്ടൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഈ സംഭവം ഇവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. ചപ്പാത്തി പരത്തുന്നതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. ഈ ഒരു സംഭവം ഞാൻ പരത്തുമ്പോഴത്തേക്ക് ഒന്നേ ആഫ്രിക്ക അല്ലെങ്കിൽ അമേരിക്ക പോലെയൊക്കെ ഇരിക്കുമെങ്കിലും കുഴപ്പമില്ല. ഷേപ്പിലൊക്കെ എന്ത് കാര്യം, ടേസ്റ്റിലല്ലേ മുക്കാര്യം. അത് നമ്മൾ ഫുഡ് മുഖ്യം പിക്കില് എന്ന് പറയുന്നവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ ധാരാളം. അങ്ങനെ എന്തായാലും ഒരു വലിയ കുഴപ്പമില്ലാതെ ഈ ചപ്പാത്തി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഷേപ്പൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലി ചിക്കനിലോട്ട് പോകാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു എളുപ്പമാവും. ഇല്ലെങ്കിൽ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ കുഞ്ഞനായിട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ജിമിക്കി കമ്മലൊക്കെ നിങ്ങളിങ്ങനെ കാണുന്നത്. അങ്ങനെ കുറച്ച് എണ്ണയൊക്കെ തൂകിയൊന്നും കൊടുത്തു. അത് കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുത്തു. അപ്പം കുറച്ചധികം ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞൻ നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്.
അപ്പോൾ ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കണേ. അതെന്താണെന്ന് നോക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയായിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം കഴിഞ്ഞതിനൊക്കെ എടുത്തതിൻ്റെ ബാലൻസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ 1 ഇഞ്ചോളം വലിപ്പത്തിന് ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സവോള കേട്ടോ, അതും ഞാൻ ഒരു മീഡിയം സൈസ് ഒരു സവോള എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടോ, അതുകൊണ്ട് തന്നെ അത് മതി. അപ്പം പിന്നെ വലിയ സവോളയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി എടുത്താലും മതി. അങ്ങനെ ഇതും ഒരു സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവോളയും. പിന്നെ എന്താ ക്യാപ്സിക്കവും സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും കൂടി എരിവില്ലാത്ത സംഭവമാണ് എടുത്തേക്കുന്നത്. എൻ്റെ കുഞ്ഞിന് എരിവ് അധികം പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അധികത്തിൽ നല്ല എരിവുള്ളത് എടുത്തു. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റാർച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, നമ്മുടെ കറിക്കൊക്കെ ഒരു കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 1 മിനിറ്റ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്ത് ആ ഒരു ഓയിൽ തന്നെയായിട്ട് എടുക്കുന്നത്, ആ ഒരു പാത്രത്തിൽ തന്നെ. പിന്നെ ഓയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റാം. ഞാൻ കുറച്ച് മാറ്റിയില്ല, കാരണം ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളായിരുന്നു. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അതാകുമ്പോഴത്തേക്ക് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്കായി 2 മിനിറ്റ് കുക്കായി വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഒരു അല്പം മുളക് പൊടി, അത് എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന കേട്ടോ. അപ്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഒരു നുള്ള്, ഒരു 1/4 ടീസ്പൂണൊന്നും അത്രയൊന്നും ഇല്ല. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഒരുപാട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നിങ്ങൾക്ക് അധികത്തിൽ ഒഴിക്കാം. ഞാൻ 1/2 കപ്പേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ഇട്ട് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒരു അല്പം ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതായി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിള വരണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളം ഇങ്ങനെ കറക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ, എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് കൈയോട് തന്നെ ഇളക്കണം, കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഗ്രേവി ഇങ്ങനെ നല്ല തിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ഈ ഒരു ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആയി കൊടുക്കുക. ആ ഒരു ഗ്രേവിയൊക്കെ ചിക്കനകത്തോട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് പഞ്ചസാര, ഒരു 2-3 നുള്ളു പഞ്ചസാരയും കൂടെ, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കട്ടനും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തു. അടിപൊളി ഡിന്നറാണെന്ന് വേണം പറയാൻ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. ചീറ്റി പോകുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു, പക്ഷേ ചീറ്റി പോയതൊന്നുമില്ല. അടിപൊളിയായിട്ട് വരികയും ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന്. അത് എനിക്കും പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. കഴിച്ചു പോകില്ല. നമുക്ക് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കിട്ടുന്ന പോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊരു ചിന്താഗതിയാണ്. അതൊക്കെ ചുമ്മാതാണ്. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയൊക്കെ എടുക്കാം എന്നുള്ളൊരു തെളിവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ കഴിക്കാത്ത എൻ്റെ കുഞ്ഞൻ അടിപൊളിയായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുമല്ലോ അടിപൊളിയായിരുന്നെന്ന്. അങ്ങനെ പിന്നെ കുഞ്ഞൻ പറയായിരുന്നു, ഇനി നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി പുറത്തുനിന്നൊന്നും ചില്ലി ചിക്കൻ വാങ്ങിക്കുകയും വേണ്ട, കൊതി തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയായിരുന്നു കേട്ടോ. എന്തായാലും ഉണ്ടാക്കാം എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാമെന്നും കൂടെ പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ എടുപൊട്ടി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എടുത്ത ചിക്കനകത്താണെങ്കിൽ എല്ലോട് കൂടിയായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലില്ലാതെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എല്ലില്ലാതെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി പറക്കി വെക്കുമായിരുന്നു. പിന്നീട് നമ്മളോട് ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം. രഞ്ജു, ജാസ്മിൻ, ജയ മാവേലിക്കര എന്നിവരായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ
തൗഫ്സിൽ എന്നൊരു മോന് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് ഡേറ്റ് ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, 2 പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ ആണോ അതോ 2 തീയതി ആണോ ബർത്ത്ഡേ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു മാസം ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു കേട്ടോ. അന്നേരം എന്തായാലും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് മോന് വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോനു, ഒരുപാട് വർഷം ഇങ്ങനെ സന്തോഷം സമാധാനത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഇതാ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി അവിടേക്കൊന്ന് വൃത്തിയാക്കുകയാണ്. പിന്നെ ഞാൻ കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് നമ്മുടെ ചാനൽ കുക്കിംഗ് ചാനലൊന്നും അല്ല, ഒരു എൻ്റർടൈൻമെൻറ്റും പിന്നെ വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ചാനലാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുക്കിങ്ങും കൂടെ ഞാൻ എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രമേ കേട്ടോ. അങ്ങനെ പാത്രം കഴിവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് ക്ലീനിങ് ആണ്. ഇവിടെ ക്ലീൻ ചെയ്യാതെ പോയി കിടന്ന നമ്മുടെ പല്ലിയുടെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയൊക്കെ സംസ്ഥാന സമ്മേളനമായിരിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് അലങ്കോലമായി കിടക്കുകയും ചെയ്യും. പിന്നെ ആ ഒരു സമയത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഉള്ളതാട്ടോ, നെഗറ്റീവ് എനർജി അല്ല, നമ്മുടെ മൈൻഡ് തന്നെ ഒരു വല്ലാത്ത രീതിയിലായിപ്പോവും. അതുകൊണ്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടേ പോയി കിടക്കാറുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില പറിച്ച് വെച്ചിരുന്നേ കേട്ടോ, ഒന്ന് കഴുകി വാരി ഇങ്ങനെ തോരാൻ വേണ്ടി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് തോന്നു കിട്ടിയപ്പോഴത്തേക്ക് ഒരു പാത്രത്തിലായിട്ട് ഇങ്ങനെ ആ ഒരു കറിവേപ്പില ഇങ്ങനെ ഊരി അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. കറിവേപ്പിലയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ് ഇവിടെ, അതുകൊണ്ട് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ കഴുകി വാരി ഫ്രിഡ്ജിൽ ഉണക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.